ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പോത്തീസിലൊന്ന് പോവാണ്. എന്താന്ന് വെച്ചാൽ എന്റെ ചേച്ചിയുടെ മാരേജിന് വേണ്ടി എനിക്ക് ഒരു സാരി എടുക്കണമെന്നുണ്ട്. അപ്പം ബനാറസി ആ ഒരു ടൈപ്പ് സാരിയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സാരി അവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടു. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്താ ശ്രീകുട്ടിയുണ്ട്, അമ്മച്ചി ഇവിടെ നിപ്പുണ്ട്. ഒരാളും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. എവിടെ പോകുന്നു, എവിടെ പോകുന്നു, എല്ലാരും അറിയിച്ചു. അപ്പൊ ഗൈസ് നമ്മള് നടന്നിരിക്കൊണ്ട് നീങ്ങുകയാണ്. എന്താന്ന് വെച്ചാ ഞങ്ങൾ ഇവിടെ നിന്ന് ബസ്സിലാണ് നേരെ പോകുന്നത്. പോത്തീസി ചെന്നിട്ട് ബാക്കി നമുക്ക് കാണാം. നടന്ന് നീങ്ങുകയാണ് ഗൈസ്. അതാണ് അപ്പോൾ ദേ എൻ്റെ സാരി എടുത്തായിരുന്നു. ഞാൻ ആ വച്ച് കാണിച്ച് എൻ്റെ ലൈറ്റ് ബ്ലൂ കളറാണ് ഞാൻ എടുത്തത്. അതേ സാരിയല്ല ഞാൻ എടുത്തത്, ലൈറ്റ് ബ്ലൂ കളറാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും കല്യാണത്തിന് ആ വീഡിയോ ആ സാരി ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും. അപ്പം അതിനുശേഷം ഞാൻ റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ പറഞ്ഞു അവൾ വന്നിട്ട് സെലക്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം നിന്നിട്ട് അവളെ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളൊന്ന് നോക്കി നിൽക്കുക, അപ്പോഴത്തേക്ക് നീ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സെക്ഷനിലോട്ട് പോവാണ്. നമ്മുടെ കുർത്തി സെറ്റ്, എനിക്ക് അവിടുത്തെ റിസപ്ഷന് ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് റിസപ്ഷൻ ഉണ്ടല്ലോ, ആ റിസപ്ഷന് വേണ്ടിയിട്ട് എടുക്കാനാണ് പോയത്. എനിക്കതിന് കുർത്തി മതി എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കുർത്തി സെക്ഷനിലോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോഫി കേട്ടോ. അങ്ങനെ കാണുന്നില്ല, സ്കാൻ ചെയ്യാറുണ്ടോ? അപ്പോൾ ഇതാ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ പോത്തീസിൽ തന്നെ താഴത്തെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോത്തീസിൽ ഓഫർ വരുന്നതെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എൻ്റെ കസിൻസും കൂടെ വന്നു. പിന്നെ അവളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നിൽപ്പുണ്ട്. എന്തെങ്കിലും ഓഫറുണ്ടോ എന്ന് നോക്കി നിൽപ്പുണ്ട്. ഇടയ്ക്ക് വന്നപ്പോൾ സമയത്ത് നമ്മുടെ സവോളയും
പിന്നെ നമ്മുടെ തക്കാളി ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ സെക്ഷനിലോട്ട് ഞാൻ മലക്കറി സെക്ഷനിലൊക്കെയാണ് കൂടുതൽ അങ്ങോട്ട് പോയത്. പിന്നെ ഐസ്ക്രീം കണ്ടാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുമല്ലോ. അതെങ്ങനെയാണ് കൊണ്ടുവച്ചേക്കുന്നത്? ഇതിലാണ് നമ്മളെ ബാക്ക് തെങ്ങില് തേങ്ങ ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങളിവിടെ ഇവിടെ ഇതുമല്ല വാങ്ങിക്കണോടാ എന്തെങ്കിലും. നമുക്ക് അവിടെ പൊത്തിച്ചിട്ട് ഫുഡ് കോർട്ടിൽ കയറിയല്ലോ. അതെവിടാ? അതെനിക്കറിയാം ഫുഡ് കോർട്ടിൻ്റെ എവിടെയാണ്. കിട്ടൂ. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിതായി ഇറങ്ങിയിട്ടുണ്ട് എല്ലാം എടുത്തതിന് ശേഷം. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. പിന്നെ കഴക്കൂട്ട് ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ആര്യസ് ഹോട്ടലിൽ കയറി. അവിടെ എന്തിന് വസ്ത്രം ഡിലീറ്റ് ആക്കിയപ്പോൾ എൻ്റെ സ്പേസ് വന്നു കേട്ടോ. ഞാൻ ചോദിച്ചില്ല അതുകൊണ്ട് അപ്പോൾ ഗൈസ് ദാ അവർ മൂന്നിലും മേടിച്ചത് ബെറോട്ടയാണ്. അപ്പോൾ ഞാൻ സ്പെഷ്യലി എനിക്ക് നൂഡിൽസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി നൂഡിൽസാണ് മേടിച്ചത്. പക്ഷേ നൂഡിൽസിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു ബെറോട്ടയും കറിയൊക്കെ ഉണ്ടായിരുന്നത്. വെജിറ്റബിൾ കറി ഏതോടെ സംഭവമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 3 പേരും 3 കോഫിയും മേടിച്ച് അവിടെ വെച്ച് നിർത്തിയാണ് നമ്മുടെ ഫുഡ് കഴിയൊക്കെ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.